ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി. വീണുടയുന്നൊരു മൺകുടമീയുടൽ നീ അതിനുള്ളിൽ നിറയാവൂ. പ്രാണനൊരരുമപ്രാവായി പാടുകയാണതിൽ നിൻ തിരുനാമങ്ങൾ. നിൻ കൃപ ഞങ്ങൾ കരുളാവൂ, അൻപായി ഞങ്ങളിൽ ഉണരാവൂ. ഞങ്ങളുടെ ജീവഗണങ്ങൾ ഓരോന്നും നിൻ തേജോഗണമാകാവൂ, നിൻ തേജോഗണമാകാവൂ. ജനിമൃതികൾക്ക് സാക്ഷിയാകുന്നവർ, കാലത്തിൻ്റെയും പ്രകൃതിയുടെയും മഹാമാരികളുടെയും വികൃതികൾക്കെതിരെ പടവെട്ടുന്ന മനുഷ്യൻ്റെ രക്ഷാകവചമാകുന്നവർ, ഈ രക്ഷാപ്രവർത്തനത്തിൽ ജീവൻ തന്നെ ബലി കൊടുക്കുന്നവർ, ജീവരക്ഷകരാകുന്ന ഡോക്ടർമാർ, മറ്റുള്ളവരുടെ ജീവിതം ആരോഗ്യപൂർണ്ണമാക്കുന്നതിൽ ആനന്ദിക്കുന്നവർ. അക്കൂട്ടരിൽ നമ്മുടെ കൂടെയുണ്ടായിരുന്നവർ ചിലർ വേർപിരിഞ്ഞു പോയിരിക്കുന്നു. സമയത്തിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും അവരെ നമുക്ക് മറക്കാനാവില്ല. അവരുടെ ഓർമ്മകളിലൂടെ സഫലമീ യാത്ര. IMA തിരുവനന്തപുരം ബ്രാഞ്ച് ഡോക്ടർ ജി ഗോപാലകൃഷ്ണൻ നായർ, ആന്ധ്രാപ്രദേശിലെ ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS, പ്രമേഹ രോഗ ചികിത്സയിൽ പ്രാവീണ്യം. കഴക്കൂട്ടം AJ ആശുപത്രിയിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. ഡോക്ടർ സി തങ്കപ്പൻ 1967 MBBS ബിരുദം കരസ്ഥമാക്കി. കേരളത്തിലെ ആരോഗ്യമേഖലയിൽ വയനാട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ സജീവ സാന്നിധ്യം. തിരുവനന്തപുരം ബ്രാഞ്ച് സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, IMA ഡോക്ടേഴ്സ് ക്ലബ്ബ് സ്ഥാപകൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. 2004 സംസ്ഥാനത്തെ മികച്ച ഡോക്ടർക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ തോമസ് കൊക്കപ്പറമ്പിൽ ജോൺ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSും മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് അനസ്തേസിയയിൽ ബിരുദാനന്തര ബിരുദവും. തിരുവനന്തപുരം ജൂബിലി ആശുപത്രിയിലും കൊട്ടിയത്തെ ഹോളി ക്രോസ് ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചു. ഡോക്ടർ ബാലചന്ദ്രൻ നായർ, മാനസിക ആരോഗ്യ രംഗത്ത് സമഗ്ര സംഭാവന. തിരുവനന്തപുരത്തെ SK ആശുപത്രിയിൽ സൈക്യാട്രിക് കൺസൾട്ടന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ടായി വിരമിച്ചു. ഡോക്ടർ കൃഷ്ണനാരായൺ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദവും പിന്നീട് സർജറിയിൽ ബിരുദാനന്തര ബിരുദവും. കേരളത്തിലെ പ്രശസ്ത സ്ഥാപനങ്ങളായ കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലും മെഡിക്കൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ഡോക്ടർ കോമളം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദവും ഗൈനക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും. തിരുവനന്തപുരത്തെ രാമകൃഷ്ണ ആശുപത്രി, PRS ആശുപത്രി എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. IMA നെടുമങ്ങാട് ശാഖ ഡോക്ടർ A സലിം, തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, സിവിൽ സർജനായി സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ സേവന മേഖലയിൽ ദീർഘകാലം പ്രവർത്തിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ 4 നൂറ്റാണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ. കേരള ഹെൽത്ത് സർവീസസിൽ എന്നും അറിയപ്പെടുന്ന വ്യക്തിത്വം. IMA ചേർത്തല ശാഖ ഡോക്ടർ അബ്രഹാം നെയ്യാരപ്പള്ളി, ചേർത്തല സ്വദേശി, സംസ്ഥാന സർക്കാരിൻ്റെ വയോമിത്രം പദ്ധതിയിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ സജീവ സാന്നിധ്യം. ചേർത്തല ബ്രാഞ്ച് പ്രസിഡന്റായി സ്തുത്യർഹ സേവനം. സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾ. IMA മാവേലിക്കര ഡോക്ടർ R അനന്തകൃഷ്ണപിള്ള, ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ നിന്ന് വൈദ്യ ബിരുദവും മണിപ്പാലിലെ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് ENTയിൽ ബിരുദാനന്തര ബിരുദവും. സിവിൽ സർജനായും ഹോസ്പിറ്റൽ സൂപ്രണ്ടായും വിവിധ സർക്കാർ ആശുപത്രികളിൽ സേവനമനുഷ്ഠിച്ചു. കുറത്തിക്കാട്, ചുനക്കര PHCകളിൽ ഗ്രാമീണരെ സേവിച്ചു. മാവേലിക്കരയിലെ ശ്രീകണ്ഠപുരം ആശുപത്രിയിൽ
സീനിയർ ENT സർജനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലും ഓട്ടോ ലാരിജിയോളജി അസോസിയേഷനിലും സജീവ സംഘടനാ പ്രവർത്തനങ്ങൾ. ഡോക്ടർ ബിനോയ് വർഗീസ്. കൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് സർജറിയിൽ ബിരുദാനന്തര ബിരുദം, പിന്നീട് മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്ലാസ്റ്റിക് സർജറിയിൽ MDis, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ അധ്യാപകൻ, പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ ഡിപ്പാർട്ട്മെന്റ് തലവൻ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടർ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. IMA കരുനാഗപ്പള്ളി. ഡോക്ടർ V. രാജൻ. MBBSന് ശേഷം ചെസ്റ്റ് മെഡിസിനിൽ ബിരുദാനന്തര ബിരുദം, കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സൂപ്രണ്ടന്റ്, കേരള ഹെൽത്ത് സർവീസിൽ വിവിധ ആശുപത്രികളിൽ വിവിധ തസ്തികകളിൽ സ്തുത്യർഹമായ സേവനം, രോഗികളോട് കരുണയും ആർദ്രതയും നിറഞ്ഞ സമീപനം, വിവിധ സ്വകാര്യ ആശുപത്രികളിൽ റിട്ടയർമെന്റിന് ശേഷം പ്രവർത്തിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സജീവ പ്രവർത്തകൻ. സംസ്ഥാന സർക്കാർ മികച്ച ഡോക്ടർക്കുള്ള സംസ്ഥാനതല പുരസ്കാരം നൽകി ആദരിച്ചു. IMA കൊല്ലം. ഡോക്ടർ കൃഷ്ണൻ രാജഗോപാൽ. IMA കൊല്ലം ബ്രാഞ്ചിലെ സജീവ സാന്നിധ്യം. കൊല്ലം അശ്വിനി ആശുപത്രിയിൽ ദീർഘകാലം ജനറൽ ഫിസിഷ്യനായി സേവനമനുഷ്ഠിച്ചു. ഡോക്ടർ പ്രേമചന്ദ്രൻ. കൊല്ലത്തെ അറിയപ്പെടുന്ന അനസ്തേഷ്യ വിദഗ്ധൻ. കൊല്ലം IMAയിൽ സജീവ സാന്നിധ്യം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ് കൊല്ലം ശാഖയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ബിഷപ്പ് ബാസിഗർ ആശുപത്രിയിലെ പ്രധാന അനസ്തേഷ്യ വിദഗ്ധനായും വിവിധ ആശുപത്രികളിൽ ഫ്രീലാൻസ് ആയും പ്രവർത്തിച്ചു. ഡോക്ടർ തോമസ് ഫിലിപ്പ്. കൊല്ലം ജില്ലയിലെ അറിയപ്പെടുന്ന എല്ലുരോഗ വിദഗ്ധൻ. അനുകമ്പയോടെ ദീർഘകാലം ആരോഗ്യമേഖലയിൽ സേവനമനുഷ്ഠിച്ചു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ജോലിയിലിരിക്കെ സർവീസിൽ നിന്ന് വിരമിച്ചു. പിന്നീട് അസീസി അറ്റോൺമെന്റ് ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. IMA തൃശൂർ. ഡോക്ടർ PS അയ്യപ്പൻ. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ബിരുദം. തൃശൂർ ജനറൽ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു. കേരള പോലീസ് അക്കാദമിയിൽ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ചു. സമൂഹത്തിലും സംഘടനയിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വം. ഡോക്ടർ P. ബാലചന്ദ്രൻ. തൃശൂർ മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചിൽ MBBS, പിന്നീട് ENTയിൽ ഉപരിപഠനം. കേരള ഹെൽത്ത് സർവീസിൽ സ്തുത്യർഹമായ സേവനം. ഡോക്ടർ ബിനോജ് ജോർജ് മാത്യു. കടങ്ങോട് ഫാമിലി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ, KGMOA, IMA തൃശൂർ ബ്രാഞ്ച് മെമ്പർ എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം. കേരള ഹെൽത്ത് സർവീസസിൽ ഏവരെയും ആകർഷിക്കുന്ന സേവനത്തിനുടമ. ഒരു മാരത്തൺ പരിപാടിയിൽ പങ്കെടുക്കവേ 43-ാം വയസ്സിൽ അകാലത്തിൽ ദേഹവിയോഗം. ഡോക്ടർ കൃഷ്ണൻ നമ്പീശൻ. കേരള ഹെൽത്ത് സർവീസിൽ നിന്ന് സിവിൽ സർജനായി വിരമിച്ചു. നമ്പീശൻ ഐ ക്ലിനിക്കിൽ സീനിയർ ഒഫ്താൽമോളജിസ്റ്റ്. പൊതുജനങ്ങൾക്കായി ഒട്ടനവധി പരിപാടികൾ. ഒരുപാട് പേർക്ക് മാർഗദർശി. ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമ. ഡോക്ടർ ലളിത ബാബുരാജ്. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ്. കർമ്മനിരതമായ ജീവിതത്തിന് ഉടമ. തൃശൂർക്കാരുടെ പ്രിയപ്പെട്ട ഡോക്ടർ. ഡോക്ടർ
ഡി ലക്ഷ്മി തൃശൂർ എലൈറ്റ് ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റായിരുന്നു. ഒരുപാട് രോഗികൾക്ക് രോഗമുക്തി. സ്നേഹപൂർവ്വ ഇടപെടലിലൂടെ തൻ്റെ രോഗികളെയും സമൂഹത്തെയും ചികിത്സിച്ച പ്രിയപ്പെട്ട ഡോക്ടർ. ഡോക്ടർ കെ എസ് പിള്ള കേരള ഹെൽത്ത് സർവീസസിൽ നിന്ന് അഡീഷണൽ ഡയറക്ടറായി വിരമിച്ചു. തൃശൂർ മെട്രോപൊളിറ്റൻ ആശുപത്രിയിൽ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. IMA തൃശൂർ ശാഖയിൽ പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ സംഘാടന മികവും നേതൃത്വ പാടവവും കൊണ്ട് ഏവരെയും ആകർഷിച്ചു. ഒരുപാട് പേർക്ക് സുഹൃത്തും മാർഗദർശിയും. ഡോക്ടർ കെ രമണി തൃശൂർ അയ്യന്തോൾ സ്വദേശി. തൃശൂർ IMAയിൽ സജീവ സാന്നിധ്യം. തൃശൂരിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റായി തൃശൂർ സരോജ നഴ്സിംഗ് ഹോം, തൃശൂർ ജനറൽ ഹോസ്പിറ്റൽ, തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രി എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. ഡോക്ടർ സജി NR തൃശൂർ മെഡിക്കൽ കോളേജിലെ 6ാം ബാച്ചിൽ MBBS. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ത്വക്ക് ഉപരിപഠനം. കേരളത്തിലെ ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സയ്ക്ക് തുടക്കം കുറിച്ചു. ഗ്രാമീണ ആശുപത്രികളിൽ അടിയന്തര ചികിത്സാ യൂണിറ്റുകൾ സ്ഥാപിച്ചു. കേരള ഹെൽത്ത് സർവീസസിൽ കർമ്മനിരതമായ സേവനം. സാധാരണക്കാരുടെ ഡോക്ടർ എന്ന് പരക്കെ അറിയപ്പെട്ടു. IMA പട്ടാമ്പി ബ്രാഞ്ചിലെ നിറസാന്നിധ്യം. ഡോക്ടർ PS സംഗമേശ്വരൻ തൃശൂരിലെ സീനിയർ ശിശുരോഗ വിദഗ്ധൻ, ജില്ലാ പ്രതിരോധ കുത്തിവയ്പ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു. തൻ്റെ സേവന സമയത്ത് കുട്ടികളുടെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനായി അഹോരാത്രം പ്രയത്നിച്ചു. സഹപ്രവർത്തകർക്കും ജൂനിയർമാർക്കും എന്നും മാർഗദർശിയും സഹായിയും ആയിരുന്നു. ഡോക്ടർ PK സത്യദേവൻ പാവപ്പെട്ടവരുടെ ഡോക്ടർ എന്ന് ഏവരും വിളിച്ചിരുന്ന സത്യദേവൻ തൃശൂർ ചേർപ്പ് സ്വദേശിയും IMA തൃശൂർ ബ്രാഞ്ചിലെ സീനിയർ മെമ്പറുമായിരുന്നു. സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹം നടത്തിയിരുന്ന സൗജന്യ പകൽ OPയും രാത്രി OPയും എപ്പോഴും സമീപിക്കാവുന്ന പ്രകൃതവും അദ്ദേഹത്തെ തൃശൂരിൻ്റെ ജനകീയ ഭിഷഗ്വരനാക്കി. ഡോക്ടർ തോമസ് KP കേരള ഹെൽത്ത് സർവീസിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. തൃശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ മനോരോഗ ചികിത്സകൻ എന്ന നിലയിൽ ഒട്ടനവധി രോഗികൾക്ക് അത്താണിയായി. തൃശൂർ മെഡിക്കൽ കോളേജിലെ 6ാം ബാച്ചിൽ MBBS ബിരുദം കൈക്കലാക്കി. ഡോക്ടർ KK വാസുദേവൻ കേരള ഹെൽത്ത് സർവീസസിൽ സേവനമനുഷ്ഠിച്ചു. തൃശൂർ IMAയിലെ സീനിയർ മെമ്പറായിരുന്നു. തൃശൂർ പുതുക്കാട് സ്വദേശി. കർമ്മനിരതമായ ജീവിതം കൊണ്ട് ഒട്ടനവധി രോഗികൾക്ക് രോഗശാന്തി നൽകി. IMA കുന്നംകുളം. ഡോക്ടർ ഹനീഫ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 7ാമത്തെ ബാച്ചിൽ MBBS. തൃശൂർ കേച്ചേരിയിൽ അരനൂറ്റാണ്ടിലധികം നീണ്ട സേവന സപര്യ. നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഹനീഫ ഡോക്ടർ. IMAയിലെ സജീവ സാന്നിധ്യം. ഡോക്ടർ വർഗീസ് ജോബ് അരനൂറ്റാണ്ടിലേറെ നീണ്ട വൈദ്യസേവനത്തിൽ കുന്നംകുളത്തുകാർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ജനറൽ ഫിസിഷ്യൻ. കുന്നംകുളം യൂണിറ്റി ആശുപത്രിയുടെ സ്ഥാപകനും യൂണിറ്റി ഹെൽത്ത് സർവീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ ക്രിയാത്മക സാമീപ്യം. IMA ചാലക്കുടി. ഡോക്ടർ ജെയിംസ് ചാക്കോള ഇട്ടി മാത്യു. ചാലക്കുടിയിലെയും തൃശൂരിലെയും ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം. മെഡിക്കൽ പ്രൊഫഷണൽ രംഗത്തും വ്യക്തിജീവിതത്തിലും സേവനത്തിനായി കർമ്മനിരതനായി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ സജീവ സാന്നിധ്യം. ഡോക്ടർ ജോർജ് ടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മധ്യ കേരള ബ്രാഞ്ചിലെ സജീവ സാന്നിധ്യം. പ്രൊഫഷനിലും ജീവിതത്തിലും മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച സൗമ്യനായ ഡോക്ടർ. ഡോക്ടർ ജോസ് പുറത്തൂക്കാരൻ ആലുവ UC കോളേജിനടുത്തു താമസം. IMA മധ്യ കേരളയിലെ സജീവ അംഗം. മെഡിക്കൽ പ്രൊഫഷനിലും ചികിത്സാ സബര്യയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഡോക്ടർ MT വർഗീസ് IMA മധ്യ കേരള ബ്രാഞ്ച് മെമ്പർ, ആലുവയിലെ അറിയപ്പെടുന്ന ഭിഷഗ്വരൻ. ഡോക്ടർ നീലാമ്പാൾ IMA മധ്യ കേരളയിലെ സീനിയർ അംഗം, ആലുവയിലെ മുതിർന്ന ഗൈനക്കോളജിസ്റ്റ്. കർമ്മനിരതമായ വ്യക്തിജീവിതത്തിലും ജോലിയിലും നിസ്തുല സംഭാവനകൾ നൽകി. ഡോക്ടർ ഫിലിപ്പോസ് ചാക്കോ ആലുവയിലെ അറിയപ്പെടുന്ന ഡോക്ടർ. IMA മധ്യ കേരള ബ്രാഞ്ചിൽ സജീവ സാന്നിധ്യം.
ആലുവ അൻവർ ആശുപത്രിയിൽ RMO ആയിരുന്നു. അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എന്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ. അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എന്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ. മിഴിയിലയിൽ നോവിൻ മഞ്ഞു പൊഴിച്ചു പുണർന്നില്ലേ. മിഴിയിലയിൽ നോവിൻ മഞ്ഞു പൊഴിച്ചു പുണർന്നില്ലേ. IMA പെരുമ്പാവൂർ ഡോക്ടർ MK പൗലോസ്. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ നിന്ന് 2ാമത്തെ ബാച്ചിൽ MBBS. കേരളത്തിലെ അറിയപ്പെടുന്ന കുടുംബ ഡോക്ടർ. പെരുമ്പാവൂർ മാർ ബേസിൽ ക്ലിനിക്കിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ മധ്യ കേരള ബ്രാഞ്ചിലും പിന്നീട് പെരുമ്പാവൂർ ബ്രാഞ്ചിലും പ്രവർത്തിച്ചു. പെരുമ്പാവൂർ ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്തു. IMAയുടെ ജില്ലാ, സംസ്ഥാന, ദേശീയ നിലകളിൽ ഭാരവാഹിയായി തൻ്റെ സംഘടനാ പാടവം തെളിയിച്ചു. IMAയുടെ MBS, PEPS, എൽഡർലി സ്കീമുകളിൽ നിസ്തുലമായ സംഭാവനകൾ. IMAയുടെ മികച്ച നേതാക്കളിൽ ഒരാളായിരുന്നു ഡോക്ടർ MK പൗലോസ്. IMA തൊടുപുഴ ഡോക്ടർ ബേബി വർഗീസ് P. ഗുൽബർഗയിലെ MR മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS. ദാവൺഗരയിലെ JJM മെഡിക്കൽ കോളേജിൽ നിന്ന് ജനറൽ മെഡിസിനിൽ MD. വണ്ണപുരത്തെ അർച്ചന ഹോസ്പിറ്റൽ, MGM ഹോസ്പിറ്റൽ എന്നീ സ്ഥാപനങ്ങളുടെ സ്ഥാപകനും സീനിയർ ഫിസിഷ്യനുമായി സേവനമർപ്പിച്ചു. എത്തിക്കൽ പ്രാക്ടീസിലും കരുണയോടെയുള്ള രോഗീ പരിചരണത്തിലും ഡോക്ടർ ബേബി എല്ലാവർക്കും മാതൃകയായി. IMA കോതമംഗലം ഡോക്ടർ PV ജോസഫ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം സർജറിയിൽ MS-ഉം. വാഴക്കുളം സെൻറ് ജോർജ് ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട്. നെടുങ്കണ്ടം MBNM ആശുപത്രി, കരുണ ആശുപത്രി എന്നിവിടങ്ങളിൽ സീനിയർ സർജൻ. കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ്, സർജൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. മൂവാറ്റുപുഴയിലെ മരിയ തേജസ് ക്ലിനിക്കിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ സജീവ സാന്നിധ്യം. IMA കോതമംഗലം ബ്രാഞ്ചിൽ ഡോക്ടേഴ്സ് ക്ലബ്ബ് സ്ഥാപിച്ചു. ഡോക്ടർ ജോസഫ് നല്ലൊരു സാമൂഹ്യ പ്രവർത്തകൻ മാത്രമല്ല, YMCA, വൈസ്മെൻ ക്ലബ്ബ് തുടങ്ങിയ സംഘടനകളിൽ സജീവ പ്രവർത്തകനുമായിരുന്നു. IMA കൊട്ടാരക്കര ഡോക്ടർ G മാണി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, പീഡിയാട്രിക്സിൽ PG ഡിപ്ലോമ, ESI സർവീസിൽ മെഡിക്കൽ ഓഫീസർ, കേരള ഹെൽത്ത് സർവീസസിൽ ദീർഘകാല സേവനം. വിളക്കുടി, തലച്ചിര, പട്ടാഴി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും നീലമൽ, കേശവപുരം കമ്മ്യൂണിറ്റി ആരോഗ്യ കേന്ദ്രത്തിലും പുനലൂർ, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രികളിലും നിറഞ്ഞുനിന്ന ദീർഘകാല സേവനം. സാധാരണക്കാരുടെ പ്രിയപ്പെട്ട മാണി ഡോക്ടർ. IMAയുടെ സജീവ പ്രവർത്തകൻ. ഡോക്ടർ തോമസ് ഇടിക്കുള. ബംഗളൂരുവിലെ ഡോക്ടർ BR അംബേദ്കർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS. ദാവൻകരയിലെ JMM മെഡിക്കൽ കോളേജിൽ നിന്ന് അസ്ഥിരോഗ ചികിത്സയിൽ PG ഡിപ്ലോമ. കേരള ഹെൽത്ത് സർവീസസിൽ സേവനമനുഷ്ഠിച്ചു. ചിന്നക്കനാൽ, പെരുവാഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കൊട്ടാരക്കര, പുനലൂർ, മാവേലിക്കര താലൂക്ക് ആശുപത്രികളിലും നിരന്നുകിടന്ന സേവന സബര്യ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൺസൾട്ടന്റ് അസ്ഥിരോഗ വിദഗ്ധനായി വിരമിച്ചു. പിന്നീട് പുത്തൂർ MGM ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു. IMA കോട്ടയം ഡോക്ടർ KJ ബേബി. കൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, BCH, DA എന്നീ ബിരുദങ്ങൾ. അയർലൻഡ്, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. കോട്ടയത്തെ മന്ദിരം ഹോസ്പിറ്റലിൽ മെഡിക്കൽ സൂപ്രണ്ട്. മെഡിക്കൽ സെൻറ്റർ കോട്ടയം, കാരിത്താസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ സീനിയർ കൺസൾട്ടൻ്റായി പ്രവർത്തിച്ചു. IMAയിലെ സജീവ സാന്നിധ്യം. അറിയപ്പെടുന്ന ഒരു റൊട്ടേറിയൻ. ഡോക്ടർ ജോർജ് ജേക്കബ്. കോട്ടയത്തെ അറിയപ്പെടുന്ന ഹൃദ്രോഗ വിദഗ്ധൻ. കോട്ടയം മെഡിക്കൽ കോളേജിലും കാരിത്താസ് ഹോസ്പിറ്റലിലും സേവനമനുഷ്ഠിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ
കാർഡിയോളജി വിഭാഗം തലവനായിരിക്കെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചു. കാരിത്താസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാർഡിയോളജി വിഭാഗത്തിന് തുടക്കം കുറിച്ച് 2 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. ഏറ്റവും നല്ല അധ്യാപകനായും അനുകമ്പയുള്ള ഡോക്ടറായും ഡോക്ടർ ജോർജ് അറിയപ്പെട്ടു. ഡോക്ടർ ജോർജ് ജേക്കബ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, അഹമ്മദാബാദിലെ വെസ്റ്റേൺ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, കണ്ണൂർ ഉമ്മൻ ഐ ഹോസ്പിറ്റൽ, GK ഹോസ്പിറ്റൽ തിരുവല്ല, മലമൂട്ടിൽ ഐ ഹോസ്പിറ്റൽ കോലഞ്ചേരി എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഒഫ്താൽമോളജിസ്റ്റ്, ഇന്റർനാഷണൽ റോട്ടറി തുടങ്ങി നിരവധി സംഘടനകളിൽ സജീവ സാന്നിധ്യം. ഡോക്ടർ മാത്യു വർഗീസ് അറിയപ്പെടുന്ന സർജൻ, അധ്യാപകൻ, മെന്റർ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിലെ എമരിറ്റസ് പ്രൊഫസർ. തൻ്റെ ഗവേഷണ പാടവവും സർജിക്കൽ സ്കില്ലും നിരവധി വിദ്യാർത്ഥികൾക്ക് മാർഗദർശിയായി. IMA പാല ഡോക്ടർ ജോർജ് മാത്യു പുതിയേടം, പൂവരഞ്ഞി പുതിയേടം ആശുപത്രിയുടെ സ്ഥാപകൻ. പാലായിലും കോട്ടയത്തും ഏറെ അറിയപ്പെടുന്ന ഫിസിഷ്യൻ മാത്രമല്ല, ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയറും ലയൺസ് ക്ലബിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണറുമായിരുന്നു ഡോക്ടർ ജോർജ് മാത്യു. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മഹത് വ്യക്തിത്വം. ഡോക്ടർ PK രാജഗോപാലൻ നായർ MBBSന് ശേഷം ഡെർമറ്റോളജിയിൽ MD, 30 വർഷത്തിലധികം നീളുന്ന സേവന സപര്യ. ഇന്ത്യയിലെ പല ആശുപത്രികളിലും ജോലി ചെയ്തിട്ടുണ്ട്. നിരവധി പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. തൊലിപ്പുറ രോഗങ്ങളായ മുഖക്കുരു, പാണ്ട്, കീലോയിഡ് എന്നിവയുടെ ചികിത്സയിൽ അഗ്രഗണ്യൻ. ഡോക്ടർ ഷാജു സെബാസ്റ്റ്യൻ MBBSന് ശേഷം ഫാമിലി മെഡിസിനിൽ MD, പ്രമേഹ ചികിത്സയിൽ PG ഡിപ്ലോമ. കോട്ടയത്തെ എടപ്പാടിയിൽ ഏറെ അറിയപ്പെടുന്ന കുടുംബ ഡോക്ടറും പ്രമേഹ ചികിത്സകനും. കേരള ഹെൽത്ത് സർവീസസിൽ സേവനമനുഷ്ഠിച്ചു. പൂഞ്ഞാർ സൗത്ത്, ഇരാറ്റുപേട്ട എന്നിവിടങ്ങളിലെ ഫാമിലി ഹെൽത്ത് സെന്ററുകളിൽ മെഡിക്കൽ ഓഫീസറായുള്ള സേവനം. ഡോക്ടർ തോമസ് കുരുവിള പാലായിലെ ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഫിസിഷ്യൻ. ചികിത്സയ്ക്കും രോഗികളുടെ ഉന്നമനത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചു. IMAയിലെ സജീവ സാന്നിധ്യം. IMA കൊച്ചിൻ ഡോക്ടർ മുകുന്ദൻ മേനോൻ, ചോറ്റാനിക്കര SDTTAയിലും എറണാകുളം കൃഷ്ണ ആശുപത്രിയിലും സീനിയർ ഹൃദ്രോഗ വിദഗ്ധനായി ദീർഘനാൾ സേവനമനുഷ്ഠിച്ചു. തൻ്റെ കർമ്മനിരതമായ ജീവിതം കൊണ്ടും പ്രവൃത്തി മണ്ഡലങ്ങളിലെ നൈപുണ്യം കൊണ്ടും ഡോക്ടർ മേനോൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഡോക്ടർ നയോമി വെട്ടത്ത് എറണാകുളത്തെ ഏറെ അറിയപ്പെടുന്ന കണ്ണുരോഗ വിദഗ്ധ. അരനൂറ്റാണ്ടിലേറെ നീളുന്ന സേവന സപര്യ. പരേതനായ പ്രശസ്ത തൊറാസിക് സർജൻ ഡോക്ടർ ജോൺ K വെട്ടത്തിൻ്റെ ധർമ്മപത്നി. ഡോക്ടർ MM ഹസൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 9ാം ബാച്ചിൽ നിന്ന് MBBS, തുടർന്ന് എടപ്പള്ളി ആൽഫ നഴ്സിംഗ് ഹോമിലും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലും ദീർഘകാലം ജനറൽ ഫിസിഷ്യനായി സേവനമനുഷ്ഠിച്ചു. അലിഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മാസ്റ്റർ ബിരുദം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ഡോക്ടർ ഹസൻ. ഡോക്ടർ CK ബാലൻ ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ടായി പ്രവർത്തിച്ചു. വൈദ്യശാസ്ത്ര രംഗത്തെ നൂതന ആശയങ്ങളെ അവതരിപ്പിച്ചു. രോഗികൾക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഡോക്ടർ PN ഗോപാലകൃഷ്ണൻ എറണാകുളത്തെ ഏറെ അറിയപ്പെടുന്ന മനോരോഗ വിദഗ്ധൻ. കേരള ഹെൽത്ത് സർവീസസിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. അഡീഷണൽ ഡയറക്ടറായി വിരമിച്ചു. പിന്നീട് എറണാകുളം VJ സരഫ് സ്മാരക ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു. ഡോക്ടർ സുശീല അബ്രഹാം എറണാകുളത്തെ പ്രശസ്തയായ ത്വക്കുരോഗ വിദഗ്ധ. എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കൺസൾട്ടൻ്റായി സേവനം അർപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ KKR വാര്യർ എറണാകുളത്തെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ. എറണാകുളം ലക്ഷ്മി ആശുപത്രിയുടെ സ്ഥാപക ഡയറക്ടർ. IMA കൊച്ചി ശാഖയിലെ നിറസാന്നിധ്യം. ശിശുക്ഷേമ രംഗത്തും സമൂഹമധ്യത്തിലും എണ്ണമറ്റ സംഭാവനകൾ.
88 വയസ്സിൽ ദേഹവിയോഗം. ഇനി എന്നിൽ സ്വപ്നമുള്ള പടർത്തില്ലെന്നറിയാം, പനിമതിയായി സ്നേഹനിലാവ് പൊഴിക്കില്ലെന്നറിയാം. ഇനി എന്നിൽ സ്വപ്നമുള്ള പടർത്തില്ലെന്നറിയാം, പനിമതിയായി സ്നേഹനിലാവ് പൊഴിക്കില്ലെന്നറിയാം. ഉലയുന്നെൻ പ്രണയച്ചില്ല, കൊഴിയുന്നൊരുരാഗപ്പൂക്കൾ, നീ അതിനെ നാരിൽ ചേർത്തു കൊരുക്കില്ലെന്നറിയാം. എൻ പാട്ടിനു നിന്റെ തമ്പുരു മീട്ടില്ലെന്നറിയാം. ഡോക്ടർ കെ സുകുമാരൻ കേരള ഹെൽത്ത് സർവീസസിൽ ശസ്ത്രക്രിയാ വിദഗ്ധനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. സിവിൽ സർജനായി വിരമിച്ചു. പിന്നീട് തൃപ്പൂണിത്തുറ ദേവി ആശുപത്രിയിൽ ജനറൽ സർജനായിരുന്നു. പാവപ്പെട്ടവർക്ക് എന്നും ഒരത്താണിയായിരുന്നു ഡോക്ടർ സുകുമാരൻ. ഡോക്ടർ എൻ കെ ഗോപിനാഥ് പ്രശസ്തമായ മദ്രാസിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ ബിരുദവും പിന്നീട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മൗലാന ആസാദ് മെഡിക്കൽ കോളേജിൽ നിന്ന് ജനറൽ മെഡിസിനിൽ MDയും കരസ്ഥമാക്കി. കേരള ഹെൽത്ത് സർവീസിൽ ഫിസിഷ്യനായി സേവനമനുഷ്ഠിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടായി വിരമിച്ചു. ഡോക്ടർ കുര്യൻ സ്കറിയ എറണാകുളം ലൂർദ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനായിരുന്നു. ഡോക്ടർ കുര്യൻ്റെ സാന്നിധ്യവും സേവനവും അശരണരായ രോഗികൾക്ക് എന്നും വലിയ ആശ്വാസമായിരുന്നു. കൽക്കട്ടയിലെ നാഷണൽ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSും അയർലൻഡിലെയും ഇംഗ്ലണ്ടിലെയും റോയൽ കോളേജുകളിൽ നിന്ന് MRCPയും കരസ്ഥമാക്കിയ ഡോക്ടർ തിരുവല്ല പുഷ്പഗിരി ഉൾപ്പെടെ ഒട്ടനവധി സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡോക്ടർ സുനിൽകുമാർ KV കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSും റോസ്റ്റോവ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അസ്ഥിരോഗ ചികിത്സയിൽ ബിരുദാനന്തര ബിരുദവും. വിദേശത്തും സ്വദേശത്തുമായി വിവിധ ആശുപത്രികളിൽ സേവനമനുഷ്ഠിച്ചു. വെൽകെയർ ഹോസ്പിറ്റൽ, എറണാകുളം മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിലും സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. ഡോക്ടർ KA രംഗനാഥൻ ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അസ്ഥിരോഗ ചികിത്സയിൽ ബിരുദാനന്തര ബിരുദം. കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസസിൽ ദീർഘകാലം ജോലി ചെയ്തു. അരൂക്കുറ്റി, അർത്തുങ്കൽ, കുത്തിയതോട്, തുറവൂർ തുടങ്ങിയ ഗ്രാമീണ മേഖലയിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചു. ഡോക്ടർ മേരി ഏലിയാസ് എറണാകുളത്തുകാർക്ക് ഏറെ പ്രിയപ്പെട്ട മേരി ഡോക്ടർ. തൃപ്പൂണിത്തുറയിലെ ദേവി ആശുപത്രിയിൽ സീനിയർ ഫിസിഷ്യനായിരുന്നു. IMAയിൽ സജീവ സാന്നിധ്യം. ഡോക്ടർ ആലിക്കോയ E എറണാകുളത്തെ ജനപ്രിയനായ ശിശുരോഗ വിദഗ്ധൻ. സേവനനിരതനായ ആലിക്കോയ ഡോക്ടർ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ പ്രിയങ്കരൻ. ഡോക്ടർ ജോർജ് P. എബ്രഹാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ശസ്ത്രക്രിയയിൽ മാസ്റ്റർ ബിരുദം, കോഴിക്കോട് നിന്ന് തന്നെ യൂറോളജിയിൽ MCH. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നൈപുണ്യമുള്ള ട്രാൻസ്പ്ലാന്റ് സർജൻ, നിരവധി ശിഷ്യസമ്പത്ത്, നിരവധി അന്തർദേശീയ പ്രബന്ധങ്ങൾ. വിട പറയുമ്പോൾ എറണാകുളം ലേക്ഷോർ ആശുപത്രിയിൽ യൂറോളജി വകുപ്പ് മേധാവിയും ട്രാൻസ്പ്ലാന്റ് സർജനും ആയിരുന്നു. ഡോക്ടർ ബിന്ദു S ഇടപ്പള്ളി അമൃത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പീഡിയാട്രിക് സർജറി വിഭാഗത്തിൽ പ്രൊഫസർ. 20 വർഷത്തിലധികം നീണ്ട പ്രൊഫഷണൽ ലൈഫിൽ ഒട്ടനവധി സങ്കീർണ ശസ്ത്രക്രിയകൾ ചെയ്ത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് രോഗശാന്തി വരുത്തി. IMA നോർത്ത് പറവൂർ. ഡോക്ടർ ജീവൻ TR ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSും തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് ജനറൽ സർജറിയിൽ MS എടുത്തു. പിന്നീട് SAT തിരുവനന്തപുരത്ത് നിന്ന് പീഡിയാട്രിക് സർജറിയിൽ MCH, പീഡിയാട്രിക് ലാപ്രോസ്കോപ്പിയിൽ ഡിപ്ലോമയും കരസ്ഥമാക്കി.
ESI ഹെൽത്ത് സർവീസസിൽ വിവിധ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. കേരള ഹെൽത്ത് സർവീസസിൽ ജോലി ചെയ്യുമ്പോൾ ഇടുക്കി ജില്ലാ ആശുപത്രി, നോർത്ത് പറവൂർ താലൂക്ക് ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡോക്ടർ ലീലാവതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS. തൃശൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ ദീർഘകാല സേവനം. കൂനമ്മാവിൽ സ്വന്തമായി ഒരു ക്ലിനിക്ക് നടത്തി അവിടുത്തെ സാധാരണക്കാർക്ക് അത്താണിയായി. ഡോക്ടർ TMS പ്രസാദ്, മദ്രാസിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം. ഒറ്റപ്പാലം, നോർത്ത് പറവൂർ മുതലായ സ്ഥലങ്ങളിൽ ജനറൽ പ്രാക്ടീഷണറായി സേവനമനുഷ്ഠിച്ചു. IMA വള്ളുവനാട്. ഡോക്ടർ കൃഷ്ണൻകുട്ടി, ലുധിയാന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സർജറിയിൽ MS ബിരുദം. കേരള ഹെൽത്ത് സർവീസസിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. ജില്ലാ ആശുപത്രി, കണ്ണൂർ TB സാനിറ്റോറിയം, പരിയാരം മിലിറ്ററി ഹോസ്പിറ്റൽ, ചിറക്കലശ്ശേരി PHC, ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി, വള്ളുവനാട് ആശുപത്രി എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. സാധാരണക്കാരുടെ സർജനായി ജനഹൃദയങ്ങളിൽ ജീവിച്ചു. രാവായാൽ നിഴലും കൂടെ പോരില്ലെന്നറിയാം, പേമഴയിൽ നീയൻ കൂടെ ചേരില്ലെന്നറിയാം. രാവായാൽ നിഴലും കൂടെ പോരില്ലെന്നറിയാം, പേമഴയിൽ നീയൻ കൂടെ ചേരില്ലെന്നറിയാം. നെഞ്ചത്തെ പ്രാവിൻ കുറുകൾ അമ്പിൻ മുനയാലെ നിലച്ചാൽ നീ അതിനെ മാറിൽ ചേർത്തു വിതുമ്പില്ലെന്നറിയാം. നീ ചൊല്ലും കഥയിൽ പോലും ഞാനില്ലെന്നറിയാം. IMA പെരിന്തൽമണ്ണ. ഡോക്ടർ നവാഫ് ഇബ്രാഹിം VV, മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം സ്വദേശി. യനപ്പോയ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS എടുത്തു. യുവ ഡോക്ടർ അകാലത്തിൽ വിട്ടുപിരിഞ്ഞു. IMA മഞ്ചേരി. ഡോക്ടർ MC ജോയ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS. കേരള ഹെൽത്ത് സർവീസസിലും വിദേശത്ത് ബഹ്റിനിലും മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്തു. എടവണ്ണപ്പാറ, പന്നിക്കരപ്പാറ എന്നിവിടങ്ങളിൽ ആശുപത്രികൾ സ്ഥാപിച്ചു. പ്രശാന്തി ആശുപത്രിയുടെ സ്ഥാപകൻ. ഹൃദയം കൊണ്ട് രോഗികളെ ചികിത്സിക്കുന്ന, ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് ആരെയും കീഴടക്കുന്ന, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മാലിപ്പുറത്തുകാരൻ ജോയ് ഡോക്ടർ. ഡോക്ടർ സീമന്തിനി, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റ്, മാതൃഭൂമി കേരളശ്രീയുടെ ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ സമാനതകളില്ലാത്ത നേതൃപാടവം. മലപ്പുറം IMAയിൽ നിറസാന്നിധ്യം. ഉത്തരവാദിത്തമുള്ള വനിതാ നേതാവ്. വൈദ്യശാസ്ത്ര രംഗത്തെ സാധാരണക്കാരുമായി ഇഴചേർത്ത അതുല്യ പ്രതിഭ. IMA തിരൂർ. ഡോക്ടർ G രാഘവൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS. തിരൂരിലെ ജനപ്രിയ കണ്ണുരോഗ വിദഗ്ധൻ. രോഗികളുടെ കണ്ണിലുണ്ണി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരൂർ ശാഖയുടെ സ്ഥാപകൻ. വർഷങ്ങളോളം സെൻട്രൽ കൗൺസിൽ അംഗം, സംസ്ഥാന കൗൺസിൽ അംഗം, തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിൽ സമാനതകളില്ലാത്ത നേതൃത്വ പാടവം. സംഘടനയ്ക്ക് വേണ്ടി ജീവിതകാലത്തിൻ്റെ സിംഹഭാഗവും ഒഴിഞ്ഞുവെച്ചു. ഡോക്ടർ SHK തങ്ങൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിസിൻ പഠനം. തിരൂരിലെ ജനപ്രിയ ഭിഷഗ്വരൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ സജീവ സാന്നിധ്യം. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പകരം വയ്ക്കാനില്ലാത്ത അതുല്യ വ്യക്തിത്വം. IMA കൊണ്ടോട്ടി. ഡോക്ടർ അബൂബക്കർ, മൈസൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS. മാംഗ്ലൂരിലെ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് ഗൈനക്കോളജിയിൽ PG ഡിപ്ലോമ. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഗൈനക്കോളജിസ്റ്റായും ജനറൽ പ്രാക്ടീഷണറായും 4 ദശകത്തിലേറെ നീണ്ട സേവന സപര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഇന്നുള്ള സൗകര്യങ്ങളില്ലാത്ത കാലത്തുപോലും സാധാരണക്കാർക്ക് അബൂബക്കർ ഡോക്ടർ
വലിയ ആശ്രയമായിരുന്നു. ഡോക്ടർ അരീക്കാട്ട് മൊയ്തീൻകുട്ടി 10ാമത്തെ ബാച്ചിലൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS. 1980 കൊണ്ടോട്ടിയിൽ റിലീഫ് ആശുപത്രി സ്ഥാപിച്ചു. 2000 മഞ്ചേരിയിൽ മലബാർ ആശുപത്രിയും, IMA മഞ്ചേരി ശാഖയുടെ സ്ഥാപക സെക്രട്ടറി, കൊണ്ടോട്ടി ശാഖയുടെ സ്ഥാപക പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കൊണ്ടോട്ടിയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. JDT ഉൾപ്പെടെ നിരവധി പ്രസ്ഥാനങ്ങളിൽ നിറസാന്നിധ്യം. കൊണ്ടോട്ടിക്കാർക്ക് മൊയ്തീൻകുട്ടി ഡോക്ടർ ഒരു വെറും ചികിത്സകൻ മാത്രമായിരുന്നില്ല, ഇവിടുത്തുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബ ഡോക്ടർ കൂടിയായിരുന്നു. കരിപ്പൂർ വിമാന അപകടം ഉൾപ്പെടെയുള്ള ദുരന്തഭൂമികളിൽ ഒരു ദൈവദൂതനെ പോലെയായിരുന്നു ഡോക്ടർ മൊയ്തീൻകുട്ടി. IMA കോഴിക്കോട് ഡോക്ടർ T. ഭാനുമതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 6ാമത്തെ ബാച്ചിലൂടെ MBBS. സമൂഹത്തിനു വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും കർമ്മനിരതയായ കോഴിക്കോട്ടെ സീനിയർ വനിതാ ഡോക്ടർ. ഡോക്ടർ PC ഈശോ 1ാം റാങ്കോടെ MBBS. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിനിൽ ഉപരിപഠനം. സഹപാഠികളും സഹപ്രവർത്തകരും ഒരുപോലെ ആദരിക്കുന്ന അതുല്യ പ്രതിഭ. ചികിത്സാരംഗത്തും രോഗനിർണയത്തിലും പാവങ്ങളോടുള്ള സമീപനത്തിലും വേറിട്ട് നിൽക്കുന്ന മഹാഭിഷഗ്വരൻ. എണ്ണമറ്റ വിദ്യാർത്ഥികൾ, ഗവേഷണങ്ങൾ, മികച്ച അധ്യാപകൻ തുടങ്ങി ഏത് വിശേഷണങ്ങളും ഡോക്ടർ ഈശോയ്ക്ക് സ്വന്തം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് കൊടുത്ത് ആദരിച്ചു. ഡോക്ടർ ജോർജ് ഇട്ടി കോഴിക്കോട്ടെ വളരെ പ്രശസ്തനായ അസ്ഥിരോഗ വിദഗ്ധൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസ്ഥിരോഗ വിഭാഗം മേധാവി, മെഡിക്കൽ അധ്യാപകൻ, ഗവേഷകൻ, കരുണ നിറഞ്ഞ ഡോക്ടർ. റിട്ടയർമെന്റിന് ശേഷം നഗരത്തിൽ വിവിധ ആശുപത്രികളിൽ സേവനമനുഷ്ഠിച്ചു. ഡോക്ടർ ഗോവിന്ദരാജ് നാരായണൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS. അനാട്ടമിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. ദീർഘകാലം മെഡിക്കൽ അധ്യാപകൻ, ഗവേഷകൻ. ധാരാളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനാട്ടമി വിഭാഗത്തിൽ വകുപ്പ് തലവനും പ്രൊഫസറും ആയിരുന്നു. ഡോക്ടർ ജ്വാല K കോഴിക്കോട്ടെ KMCT മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS. അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെഡിക്കൽ ഓങ്കോളജിയിൽ DM. രാജീവ് ഗാന്ധി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റേഡിയേഷൻ ഓങ്കോളജിയിൽ പ്രത്യേക പരിശീലനം, ഡിഗ്രി. കോഴിക്കോട്ടെ ആരും ആദരിക്കുന്ന ക്യാൻസർ ചികിത്സാ വിദഗ്ധ. അകാലത്തിൽ വിട്ടുപിരിയുമ്പോൾ വൈദ്യലോകത്തിന് തീരാ നഷ്ടം. ഡോക്ടർ കമലം V മദ്രാസിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഗൈനക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സീനിയർ അംഗം. കോഴിക്കോട് PVS ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ്. കോഴിക്കോട്ടെ വിവിധ ആശുപത്രികളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗൈനക്കോളജി വിഭാഗത്തിന് നിസ്തുല സംഭാവനകൾ നൽകി ഡോക്ടർ കമലം ഗർഭിണികൾക്ക് എന്നും ഒരു ദേവത പോലെയായിരുന്നു. ഡോക്ടർ കൃഷ്ണകുമാർ P കോഴിക്കോട് മെഡിക്കൽ കോളേജ് സിൽവർ ജൂബിലി ബാച്ചിലൂടെ MBBS. ശിശുരോഗ ചികിത്സയിലും കുട്ടികളുടെ മാനസികാരോഗ്യ ചികിത്സയിലും ഉപരിപഠനം. ജീവിതം കൊണ്ട് ലാളിത്യമെന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്ന അപൂർവ വ്യക്തിത്വം. കോഴിക്കോട്ടെ സാധാരണക്കാരുടെ മാനസികാരോഗ്യ കേന്ദ്രമായ ഇംഹാൻസിൻ്റെ സ്ഥാപകനും അതിനെ അന്താരാഷ്ട്ര നിലയിലേക്ക് ഉയർത്തുകയും ചെയ്ത ക്രാന്തദർശി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുതിർന്ന അംഗം, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സിൻ്റെ പ്രസിഡന്റ്, കോഴിക്കോട് കോർപ്പറേഷൻ്റെ വൃദ്ധ സൗഹൃദ നഗരം പദ്ധതിയുടെ ചെയർമാൻ തുടങ്ങി നിരവധി മേഖലകളിൽ സമാനതകളില്ലാത്ത കർമ്മനിരതമായ ജീവിതത്തിനുടമ. ഡോക്ടർ കൃഷ്ണകുമാർ ബാക്കിവെച്ച നന്മകൾ എക്കാലവും കെടാവിളക്ക് പോലെ ജ്വലിച്ചു നിൽക്കും. എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം, നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം. സന്ധ്യയും മാഞ്ഞു നിഴൽ മങ്ങി നോവിൻ്റെ മൂകാന്ധകാരം കനക്കുന്ന രാവതിൽ മുന്നിൽ രൂപങ്ങളില്ലാ കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി.
ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഡോക്ടർ RN മഹേഷ്, കാൺപൂർ GSVM മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, ജനറൽ മെഡിസിനിൽ ഉപരിപഠനം. മാവൂർ ഗ്രാസിം ഹോസ്പിറ്റലിൽ സീനിയർ മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു. പുട്ടവർത്തിയിലെ ശ്രീ സത്യസായി ജനറൽ ആശുപത്രിയിൽ ഒരു ദശകത്തിലധികം സൗജന്യ സേവനം നടത്തി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ സമാനതകളില്ലാത്ത സംഘടനാ പ്രവർത്തനങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ അഹോരാത്രം പ്രവർത്തിച്ചു. ബ്രാഞ്ചിന് ഏറ്റവും നല്ല IMA ബ്രാഞ്ചിനുള്ള ഡോക്ടർ SS റാവു പുരസ്കാരം നേടിക്കൊടുത്തു. ഏറ്റവും നല്ല സെക്രട്ടറിക്കുള്ള അവാർഡ് ഡോക്ടർ മഹേഷിന് കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ മീനാക്ഷി വിജയകുമാർ, കോഴിക്കോട് ആസ്റ്റർ മിംസിലും എറണാകുളം രാജഗിരി ആശുപത്രിയിലും കൺസൾട്ടൻ്റായി അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഡോക്ടർ മീനാക്ഷി അകാലത്തിൽ നമ്മെ വിട്ടുപിരിയുമ്പോൾ വൈദ്യലോകത്തിന് ഒരു തീരാനഷ്ടമായി. ഡോക്ടർ P നന്ദകുമാര മേനോൻ, കോഴിക്കോട്ടെ ഏറ്റവും മുതിർന്ന അനസ്തേഷ്യ വിദഗ്ധന്മാരിൽ പ്രമുഖൻ. ചെന്നൈയിലെ മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, ചെന്നൈയിലെ തന്നെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് അനസ്തേഷ്യയിൽ MD ബിരുദം. കോഴിക്കോട്ടെ പ്രമുഖ ആശുപത്രികളായ അശോക ആശുപത്രി, കരുണാകര നഴ്സിംഗ് ഹോം, സഹകരണ ആശുപത്രി എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് കൺസൾട്ടൻ്റായും ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഫുൾ ടൈം അനസ്തേഷ്യോളജിസ്റ്റ് ആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പരിമിതികളിൽ നിന്ന് പോലും ഏത് സങ്കീർണമായ കേസുകൾക്കും അനസ്തേഷ്യ കൊടുക്കാൻ ഡോക്ടർ നന്ദകുമാറിനുള്ള കഴിവ് എടുത്തു പറയേണ്ടതുണ്ട്. ഡോക്ടർ ഓംജിത്ത് KK, കോഴിക്കോട് ഫറൂഖിലുള്ള ESI ആശുപത്രിയിൽ മാനസികാരോഗ്യ വിഭാഗത്തിൽ കൺസൾട്ടൻ്റായിരുന്നു. രോഗികളുമായി സൗമ്യമായി ഇടപെടുന്ന ഡോക്ടർ ഓംജിത്തിൻ്റെ അകാലത്തിലുള്ള ദേഹവിയോഗം തീരാനഷ്ടമായി. ഡോക്ടർ KC രാജഗോപാൽ, കോഴിക്കോട്ടെ ഏറെ പ്രശസ്തനായ ശിശുരോഗ വിദഗ്ധൻ, മെഡിക്കൽ അധ്യാപകൻ, മെൻറ്റർ, വഴികാട്ടി. നിരവധിയായ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും PG വിദ്യാർത്ഥികൾക്കും വിളക്കും വഴികാട്ടിയും. പ്രൊഫഷനിലായാലും ജീവിതത്തിലായാലും പ്രതിസന്ധികളെ ഒരു ചെറുപുഞ്ചിരിയോടെ ഡോക്ടർ രാജഗോപാൽ എന്ന KCR നേരിട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ, വകുപ്പ് മേധാവി എന്നീ നിലകളിൽ പകരം വയ്ക്കാനാവാത്ത സംഭാവനകൾ. തിരുവനന്തപുരം, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ശിശുക്ഷേമ പരിപാടികളിൽ KCRൻ്റെ സംഭാവനകൾ കാലാതീതമാണ്. ഡോക്ടർ രാജഗോപാൽ A, കോഴിക്കോട് 11ാം ബാച്ചിൽ നിന്ന് MBBS, ഫിസിക്കൽ മെഡിസിനിൽ ഉപരിപഠനം, കേരള ഹെൽത്ത് സർവീസസിൽ ദീർഘകാലം സേവനം, സിവിൽ സർജനായി വിരമിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ മുതിർന്ന അംഗം, പൊതുജനങ്ങൾക്കിടയിൽ ഏറെ പ്രശസ്തൻ. ഡോക്ടർ രാജൻ P, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, തുടർന്ന് റേഡിയോ ഡയഗ്നോസിസിൽ ഉപരിപഠനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ റേഡിയോളജി വിഭാഗത്തിൽ പ്രൊഫസർ, കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ ഗവേണിംഗ് കൗൺസിൽ അംഗം, നാഷണൽ മെഡിക്കൽ കമ്മീഷനിൽ അംഗം, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് അംഗം എന്നീ നിലകളിൽ ഡോക്ടർ രാജൻ നൽകിയ സംഭാവനകൾ ചിരസ്മരണീയങ്ങളാണ്. മെഡിക്കൽ അധ്യാപകൻ, റിസർച്ച് ഗൈഡ്, ഒറേറ്റർ എന്നീ നിലകളിൽ വലിയ സംഭാവനകൾ നൽകി. ഡോക്ടർ മുഹമ്മദ് സലീം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 33ാമത്തെ ബാച്ചിലൂടെ MBBS, ഫാർമക്കോളജിയിൽ ഉപരിപഠനം, മെഡിക്കൽ അധ്യാപകൻ, PG ഗൈഡ് എന്നിങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുല സംഭാവനകൾ. അകാലത്തിൽ വിട പറയുമ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഫാർമക്കോളജിയിൽ അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു. ഡോക്ടർ വേലായുധൻ നായർ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണ്ണുരോഗ വിഭാഗം പ്രൊഫസർ, വകുപ്പ് മേധാവി എന്നീ നിലകളിൽ അതുല്യ സംഭാവനകൾ. മെഡിക്കൽ അധ്യാപകൻ, ചികിത്സകൻ,
മെഡിക്കൽ വിദ്യാർത്ഥികളുടെ റിസർച്ച് ഗൈഡ് എന്നീ വിവിധ മേഖലകളിൽ പ്രശോഭിച്ചു. ഡോക്ടർ VR സാമന്തഭദ്രൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, ഗൈനക്കോളജിയിൽ ഉപരിപഠനം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ, അധ്യാപകൻ, ഒറേറ്റർ, റിസർച്ച് ഗൈഡ്, എണ്ണമറ്റ ശിഷ്യസമ്പത്ത്. ഏത് കാര്യവും സരസമായും നർമ്മം കലർന്നും അവതരിപ്പിക്കാനുള്ള ഡോക്ടർ ഭദ്രന്റെ കഴിവ് ആർക്കും മാതൃകയാണ്. പ്രസവ ശുശ്രൂഷ രംഗത്ത് നിസ്തുല സംഭാവനകൾ. നാഷണൽ ആശുപത്രിയിൽ സീനിയർ കൺസൾട്ടന്റായി ദീർഘകാലം പ്രവർത്തിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ സ്ഥിര സാന്നിധ്യം. സഹപ്രവർത്തകർക്ക് വിളക്കും വഴികാട്ടിയും. ജനകീയ ഡോക്ടർ, രോഗികൾക്ക് എന്നും ഒരത്താണി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബെസ്റ്റ് ഡോക്ടർ പുരസ്കാരം നൽകി ആദരിച്ചു. ഡോക്ടർ കനകം അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി. ഡോക്ടർ സരസമ്മ, ചേളന്നൂർ പെരുമ്പൊയിൽ ശ്രീപദത്തിലെ ഈ ജനകീയ ഡോക്ടറുടെ വിയോഗം സാധാരണ ജനങ്ങൾക്ക് തീരാ നഷ്ടമായി. ഡോക്ടർ PM വാസുദേവൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 10ാമത്തെ ബാച്ചിലൂടെ MBBS, മനോരോഗ ചികിത്സയിൽ ഉപരിപഠനം, മുതിർന്ന മനോരോഗ വിദഗ്ധൻ എന്ന നിലയിൽ നിസ്തുല സംഭാവനകൾ. രോഗികളുടെ മാനസികാരോഗ്യത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു. കാലമിനിയോ മുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും. കാലമിനിയോ മുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും. പിന്നെയോരോ തളിരിനും പൂവരും കായ് വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. IMA സുൽത്താൻ ബത്തേരി, ഡോക്ടർ വിൽസൺ T. ഫിലിപ്പ്, വയനാട്ടിലെ ജനങ്ങളുടെ ഇടയിലെ ഇഷ്ട ഡോക്ടർ, കർമ്മനിരതൻ. ജീവിതം രോഗികൾക്കായി മാറ്റിവെച്ചു. സഹധർമ്മിണി, കേരള ഹെൽത്ത് സർവീസസിൽ സ്റ്റാഫ് നഴ്സാണ്. വിട പറയുമ്പോൾ 59 വയസ്സായിരുന്നു. IMA വടകര, ഡോക്ടർ TA. ശ്രീനിവാസൻ, വടകരയിലെ പ്രശസ്തനായ ശിശുരോഗ വിദഗ്ധൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ ദീർഘകാലം മുൻ നേതൃനിരയിൽ പ്രവർത്തിച്ചു. വടകര ബ്രാഞ്ച് സെക്രട്ടറി, നിരവധി തവണ ബ്രാഞ്ച് പ്രസിഡന്റ്, സ്റ്റേറ്റ് ബ്രാഞ്ചിൽ വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഡോക്ടർമാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. സാധാരണക്കാരുടെ ഡോക്ടറായി വടകരയിൽ നിറഞ്ഞു നിന്നു. ഡോക്ടർ PM സൗഭാഗ്യവതി, വടകരയിലെ മറ്റൊരു പ്രമുഖ വ്യക്തിത്വം. ശിശുരോഗ വിദഗ്ധ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ സജീവ സാന്നിധ്യം. IMA പയ്യന്നൂർ, ഡോക്ടർ M. മുരളീധരൻ, കേരള ഹെൽത്ത് സർവീസിൽ സിവിൽ സർജനായി ദീർഘകാല സേവനം. പയ്യന്നൂർ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിരമിച്ചു. IMA പയ്യന്നൂർ ബ്രാഞ്ചിലെ സജീവ സാന്നിധ്യം. IMA ഇരിട്ടി, ഡോക്ടർ ജോൺ പൗളിമ, IMA ഇരിട്ടി ബ്രാഞ്ചിലെ സ്ഥിര സാന്നിധ്യം. ഗ്രേസ് ആശുപത്രിയിൽ ജനറൽ പ്രാക്ടീഷണറായി സേവനമനുഷ്ഠിച്ചു. ഇരിട്ടിയിലെ കേരകം ആശുപത്രിയുടെ ഉടമസ്ഥനായിരുന്നു ഡോക്ടർ ജോൺ. ഡോക്ടർ CK രാമചന്ദ്രൻ, കേരള ഹെൽത്ത് സർവീസിൽ സിവിൽ സർജനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. കീഴൂർ, ഇരിട്ടി, ഉളിക്കൽ, അങ്ങാടിക്കടവ് എന്നീ ഗ്രാമീണ മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ജില്ലാ ലെപ്രസി ഓഫീസറായും മറ്റ് ഭരണ നിപുണത വേണ്ട സ്ഥാനങ്ങളും അലങ്കരിച്ചു. അറിയപ്പെടുന്ന ഒരു ജനകീയ ഡോക്ടറായിരുന്നു ഡോക്ടർ CK രാമചന്ദ്രൻ. IMA തലശ്ശേരി, ഡോക്ടർ CK ജയകൃഷ്ണൻ നമ്പ്യാർ, MR മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, മംഗലാപുരം KMCയിൽ നിന്ന് ഓർത്തോപീഡിക്സിൽ MS ബിരുദം, UK 9 വെൽസ് ഹോസ്പിറ്റലിൽ നിന്ന് MCH ഡിഗ്രി, പരിയാരം മെഡിക്കൽ കോളേജിൽ എല്ലുരോഗ വിഭാഗത്തിൻ്റെ തലവൻ, തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രി, തലശ്ശേരി മിഷൻ ആശുപത്രി, കൂത്തുപറമ്പ് സഹകരണ ആശുപത്രി, ചൊക്ലി മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിൽ സ്തുത്യർഹ സേവനമനുഷ്ഠിച്ചു. തലശ്ശേരി IMAയുടെ പ്രസിഡന്റായും കണ്ണൂർ ജില്ലാ ഓർത്തോപീഡിക് അസോസിയേഷന്റെ സാരഥിയായും പ്രവർത്തിച്ചു.
2023 IMA കോൺ സമ്മേളനത്തിൽ ഡോക്ടർ തോമസ് വൈദ്യൻ പുരസ്കാരം, ഏറ്റവും മികച്ച ബ്രാഞ്ച് പ്രസിഡന്റിനുള്ള അംഗീകാരം ഡോക്ടർ ജയകൃഷ്ണനെ തേടിയെത്തി. തലശ്ശേരി IMAയിൽ പ്രവർത്തകർക്കും കൂട്ടുകാർക്കും മാർഗദർശിയും വഴികാട്ടിയുമായി ഡോക്ടർ UA മുഹമ്മദ്. മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, ജനറൽ മെഡിസിനിൽ MD ബിരുദം. തലശ്ശേരിയിലെ പൽമ ലാബിൻ്റെ സ്ഥാപകൻ. പ്രശസ്തമായ വിവിധ ആശുപത്രികളിൽ സേവനം അനുഷ്ഠിച്ചു. കുറച്ചുകാലം ചെന്നൈയിലും പിന്നീട് മാലിക് ദിനാർ ആശുപത്രി കാസർഗോഡ്, SN മെഡിക്കൽ വിഷൻ വർക്കല എന്നിവിടങ്ങളിലും ജനറൽ ഫിസിഷ്യനായി പ്രവർത്തിച്ചു. തലശ്ശേരിയിൽ സ്വന്തമായി ഒരു ക്ലിനിക് തുറന്ന് രോഗികൾക്ക് ആശ്വാസമേകി. IMAയിലെ സ്ഥിര സാന്നിധ്യം. IMA കൂത്തുപറമ്പ്. ഡോക്ടർ അബ്ദുള്ള കൂവേരി കേരള ഹെൽത്ത് സർവീസസിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. മുതിർന്ന ശിശുരോഗ വിദഗ്ധനായി വിരമിച്ചു. ജനകീയ ഡോക്ടർ. ജനകീയ ആരോഗ്യ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. സാധാരണക്കാരന് എന്നും ഒരത്താണിയായി. ഡോക്ടർ ആശ മാത്തൻ. കേരള ഹെൽത്ത് സർവീസിൽ ദീർഘകാല സേവനം. തിരുവല്ല, തൊടുപുഴ, കൂത്താട്ടുകുളം, ചേർത്തല എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ കൺസൾട്ടന്റ് സർജനായി വിരമിച്ചു. കേരളത്തിൽ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിച്ചു. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പൂച്ചയ്ക്കൽ, ആലപ്പുഴ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. ജോധ്പൂരിലെ SN ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ വനിതാ സർജനായിരുന്നു ഡോക്ടർ ആശ. ഡോക്ടർ മെയ്സി ഉമ്മൻ. പ്രശസ്തമായ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ബിരുദം. 1956 കേരള ഹെൽത്ത് സർവീസസിൽ ചേർന്നു. കൊല്ലം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ജോലി ചെയ്തു. 4 നൂറ്റാണ്ടിലധികം നീണ്ട സേവനത്തിന് ശേഷം വിരമിച്ചു. പിന്നീട് കണ്ണൂരിൽ സാറാ മെമ്മോറിയൽ മെഡിക്കൽ ലാബിന് തുടക്കം കുറിച്ചു. IMAയിലും മറ്റ് സംഘടനകളിലും സജീവമായിരുന്ന ഡോക്ടർ മെയ്സി ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി അലങ്കരിച്ച ആദ്യ വനിത എന്ന ബഹുമതി ഡോക്ടർക്ക് സ്വന്തം. കേരള സംസ്ഥാന വനിതാ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ്, റോട്ടറി ഇന്നർ വീലിന്റെ പ്രസിഡന്റ് എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം. സാറാ മെമ്മോറിയൽ ബ്ലഡ് ബാങ്കിന്റെയും YMCA വിമൻസ് ഹോസ്റ്റലിന്റെയും അംഗപരിമിതരായ കുട്ടികൾക്കായുള്ള റോട്ടറി ഇന്നർ വീൽ സ്കൂളിന്റെയും സ്ഥാപക, കണ്ടോൺമെന്റ് ബോർഡ് മെമ്പർ എന്നീ നിലകളിലും തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും സാർത്ഥകമായ ജീവിതത്തിനുടമ. IMA കാഞ്ഞങ്ങാട്. ഡോക്ടർ CH ഇബ്രാഹിം. കാഞ്ഞങ്ങാട്ടെ അറിയപ്പെടുന്ന ശിശുരോഗ വിദഗ്ധനും ജനറൽ പ്രാക്ടീഷണറും. IMA കാഞ്ഞങ്ങാട് ശാഖയിൽ മുതിർന്ന അംഗം. കാഞ്ഞങ്ങാട്ട് കേരള ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു. വിട പറയുമ്പോൾ 56 വയസ്സ്. ഡോക്ടർ ഹരിദാസ് വർക്കോട്ട്. കേരള ഹെൽത്ത് സർവീസസിൽ അസിസ്റ്റന്റ് സർജനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് കാഞ്ഞങ്ങാട്ട് സ്വന്തമായി ക്ലിനിക്ക് സ്ഥാപിച്ചു. കാഞ്ഞങ്ങാട്ടെ അറിയപ്പെടുന്ന ജനറൽ ഫിസിഷ്യൻ. IMA കാഞ്ഞങ്ങാട് ശാഖയിൽ സജീവ പ്രവർത്തനങ്ങൾ. ഡോക്ടർ രാധ S. കേരള ഗവൺമെന്റിന്റെ ഹെൽത്ത് സർവീസസിലും പിന്നീട് സ്വകാര്യ മേഖലയിലും സേവനമനുഷ്ഠിച്ചു. കാഞ്ഞങ്ങാട്ട് ഏറെ അറിയപ്പെടുന്ന സീനിയർ ഗൈനക്കോളജിസ്റ്റ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ സജീവ സാന്നിധ്യം. വിട പറയുമ്പോൾ 89 വയസ്സ്. IMA കാസർഗോഡ്. ഡോക്ടർ PS കുര്യാക്കോസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSും ബൽഗാമിലെ JN മെഡിക്കൽ കോളേജിൽ നിന്നും ENTയിൽ പോസ്റ്റ് ഗ്രാജുവേഷനും. കൊടുംതുരുത്തി മായോ മെഡിക്കൽ സെന്ററിൽ അരനൂറ്റാണ്ടിലധികം നീണ്ട സേവന സപര്യ. കാസർകോട്ടെ ജനപ്രിയനായ ജനറൽ പ്രാക്ടീഷണർ കൂടിയാണ് ഡോക്ടർ കുര്യാക്കോസ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ ദീർഘകാലമായി നിറസാന്നിധ്യം. ഡോക്ടർ CH മൊയ്തീൻ കുഞ്ഞി. കാസർകോട്ടെ പ്രശസ്തനായ ശിശുരോഗ വിദഗ്ധനും ജനറൽ പ്രാക്ടീഷണറും. കേരള ഹെൽത്ത് സർവീസിൽ ദീർഘകാല സേവനം. IMAയിൽ സജീവ സാന്നിധ്യം. കാസർകോട്ടെ ജനപ്രിയനായ ഒരു കുടുംബ ഡോക്ടർ കൂടിയാണ് മൊയ്തീൻ കുഞ്ഞി. ഡോക്ടർ BS റാവു. കാസർകോട്ടെ സീനിയർ ഫിസിഷ്യൻ.
കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസസിൽ സേവനമനുഷ്ഠിച്ചു. നിരവധി സ്വകാര്യ ആശുപത്രികളിൽ റിട്ടയർമെൻറ്റിന് ശേഷം പ്രവർത്തിച്ചു. കാസർഗോഡ് കിംസ്, കാസർഗോഡ് മെഡിക്കൽ സെൻറ്റർ ആൻഡ് MRI സെൻറ്റർ എന്നീ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ. കാസർഗോഡ് IMA സ്ഥാപക സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു. നിസ്തുലമായ സംഘടനാ പാടവം കൊണ്ട് കാസർഗോഡ് IMA ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തി. സ്കൂൾ, ദേവാലയം, ലയൺസ് ക്ലബ് തുടങ്ങി വൈദ്യശാസ്ത്രേതരമായ രംഗങ്ങളിൽ നിറസാന്നിധ്യം. വിവിധങ്ങളായ നൈപുണ്യങ്ങളാൽ അനുഗ്രഹീതനായ കാസർഗോഡുകാരുടെ റാവു ഡോക്ടർ. നീ അടുത്തുണ്ടായിരുന്ന കാലം ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ, നീ അടുത്തില്ലാതിരുന്ന കാലം ഞാൻ എന്നിലില്ലാതിരുന്ന പോലെ, സ്വപ്നത്തിൽ നീ പുഞ്ചിരിച്ച കാലം എന്റെ ദുഃഖങ്ങളെല്ലാം അകന്ന പോലെ. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോ